ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കുന്നെന്ന് അമ്മ അയാളോട് ചെന്ന് പറഞ്ഞേക്ക്. ഇന്ന് മാത്രമല്ല, ഇനി മുതൽ എന്നും ഇവിടെ തന്നെ ആയിരിക്കും ഗീതമ്മ. നോക്കി നിൽക്കാതെ ചെന്ന് പറ. ഗീതമ്മയ്ക്ക് നല്ല സുഖമില്ല മോനെ, തലവേദന. അതുകൊണ്ട് അവൾ ഇന്ന് ഈ മുറിയിലാ കിടക്കുന്നേ. അതെയോ? ഈ റൂമിൽ കിടന്നാൽ ഗീതമ്മയുടെ തലവേദന മാറുമെങ്കിൽ അവൾ ഇവിടെ തന്നെ കിടന്നോട്ടെ. ശരി അമ്മേ, അപ്പൊ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. മോനെ, ജീവിതം ഇപ്പൊ കുറച്ചുകൂടി സുഖത്തിലാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ടിവിയും കണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ. ഇതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. ഈ വീട്ടിൽ താമസിക്കുമ്പോ വീടിന് വേണ്ടിയും ചില കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ? എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ നീ എന്റെ പുറകെ നടക്കുകയല്ലേ? കവിത ചെയ്ത തെറ്റുകളാണ് ഞാൻ കണ്ടുപിടിച്ചത്. അത്തരം തെറ്റുകൾ സംഭവിക്കാതിരുന്നെങ്കിൽ എന്റെ മുന്നിൽ ഒരിക്കലും കവിതയ്ക്കൊരു തെറ്റുകാരിയായി നിൽക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? TV കാണാൻ പാടില്ല, അതല്ലേ നിന്റെ ആവശ്യം? ശരി, ഞാൻ ഓഫ് ചെയ്തേക്കാം. ഇതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. പിന്നെന്താ വേണ്ടത്? മേലനങ്ങി നീ പണിയെടുക്കണം. എന്നുവെച്ചാ ഈ വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കണമെന്ന്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാനെന്താ അഴകത്ത വേലക്കാരിയോ? അതെ, ഇപ്പൊ ആ സ്ഥാനം മാത്രമേ നിനക്കിവിടെ ഉള്ളൂ. അതുകൊണ്ട് വേഗം ജോലി തുടങ്ങിക്കോ മോളെ. എന്നെ കൊണ്ട് പറ്റില്ല. ദേ മൈഥിലിയെടുത്തേ, ഒന്നിങ്ങി വന്നേ. എന്താ ബാലമണി? എടുത്തേ, ഈ വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയേ പറ്റുള്ളൂന്ന് കവിതയ്ക്ക് ഒരേ വാശി. ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ കവിത കേൾക്കുന്നില്ല. അയ്യോ, നമ്മുടെ കവിതയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമോ? അല്ല, കുറച്ചു നേരം മുമ്പ് TV കണ്ടോണ്ടിരുന്നല്ലേ? അങ്ങനെ TV കണ്ടോണ്ടിരുന്നപ്പോഴാ ഇങ്ങനൊരാഗ്രഹം തോന്നിയത്. കവിത അത് അപ്പൊ തന്നെ എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഏട്ടത്തെ കവിതയ്ക്ക് ഒരു ബ്രഷും ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് കൊടുക്ക്. പാവം, ജോലി തുടങ്ങിക്കോട്ടെ. പിന്നെന്താ, ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. എങ്ങോട്ടാ ഈ തള്ളിക്കൊണ്ട് പോകുന്നത്? വെറുതെ ഇങ്ങനെ കണ്ണുരുട്ടിട്ട് ഒരു കാര്യമില്ല കവിത. പറഞ്ഞ പണി അങ്ങ് ചെയ്യ. നീ ഈ അഴകത്ത് ജീവിക്കുന്നിടത്തോളം കാലം എന്നെ അനുസരിച്ചേ പറ്റൂ. കവിത എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റു. ബാലാമണി ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോ. പോട്ടെ. എന്നെ ഇട്ടിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിന് അവൾ അനുഭവിക്കും. ഇതേ രീതിയിൽ തന്നെ ഞാനും അവളോട് പ്രതികാരം ചെയ്യും. അല്ലെങ്കിൽ എന്റെ പേര് കവിത എന്നല്ല. കഴിഞ്ഞോ? എങ്കിൽ പിന്നെ ആ ചാണകത്തിൽ ചവിട്ടുമ്പോഴുള്ള എക്സ്പ്രഷൻ ഇല്ലേ, അതോടെ അങ്ങ് കിട്ടോ. കറക്റ്റ്, ഇത് തന്നെ. ഇനി ഞാൻ പോയി ബ്രഷും ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് വരാം. വേഗം പണി തുടങ്ങിയാലേ വൈകുന്നേരം ആവുമ്പോ തീരുമല്ലോ. ഞാൻ ഇപ്പൊ വരാവേ. ആഹാ, മസിൽ പിടിച്ചവിടെ നിൽക്കല്ലേ? പണിയെടുക്കാതെ കൊച്ചമ്മ എന്താലോചിച്ചോണ്ട് നിൽക്കുക? ചോദിച്ചത് മനസ്സിലായില്ലേ? എനിക്ക് സൗകര്യപ്പെടില്ല. ഞാനെന്താ ഈ വീട്ടിലെ വേലക്കാരിയാണോ? ആണല്ലോ. ആ സ്ഥാനമല്ലേ കവിതയ്ക്ക് ഇപ്പൊ ഇവിടെ ഉള്ളൂ. അത് നിങ്ങളെല്ലാരും കൂടി തീരുമാനിച്ച പോരല്ലോ. ഈ കവിത കൂടി തീരുമാനിക്കണം. എന്റെ പൊന്നു മോളെ, നീയായിട്ട് ഇനി ഒന്നും തീരുമാനിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ബാലാമണി ജോലി ചെയ്യാൻ പറഞ്ഞാ ജോലി ചെയ്യാ. എനിക്ക് പറ്റില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഞാൻ ഇക്കാര്യം ഇപ്പൊ തന്നെ ബാലാമണിയെ വിളിച്ച് പറയാം. വിളിക്കടി, വിളിച്ചു പറ. അവളെന്നെ എന്താ ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. വേറൊന്നും ചെയ്യാൻ വഴിയില്ല.
പക്ഷേ ഇതേ ജോലി ചിലപ്പോ അഴകത്തെ ഓഫീസിലും പോയി ചെയ്യേണ്ടി വരും. മനസ്സിലായില്ല? ഈ വീട് വൃത്തിയാക്കാനാണല്ലോ നിനക്ക് ബുദ്ധിമുട്ട്. GM-ആയി സുഖിച്ചിരുന്ന ആ പഴയ ഓഫീസില്ലേ, നമ്മുടെ അഴകത്തെ ഓഫീസേ, അവിടെ സ്വീപ്പറിന്റെ പണി കിട്ടിയാലോ? നല്ല രസമായിരിക്കും അല്ലേ? നിനക്ക് വേണമെങ്കിൽ ഒരു ജോലിയും ചെയ്യാതിരിക്കാം. അപ്പൊ ബാലാമണി എന്ത് ചെയ്യും? തോമാച്ചന് കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കും. നിനക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ അതുണ്ടോ? അതുകൊണ്ട് ബാലാമണിയെ വെറുപ്പിക്കാതെ അവള് പറഞ്ഞത് എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്യ്. അതാ നിനക്ക് നല്ലത്. നോക്കി നിക്കാതെ ജോലി ചെയ്യേ. ഒരു വടിയും പിടിച്ച് ഇങ്ങനെ നിക്കാതെ അതങ്ങ് ചെയ്യടി. ആ തുടച്ചോ. അങ്ങനെ അങ്ങനെ തന്നെ പെട്ടെന്നാവട്ടെ. ദേ അപ്പുറത്തൊക്കെ തൂക്കാനുള്ളതാ. വേഗം ധൈര്യമായിട്ട് ചെയ്തോ, ഞാനിവിടെ നിപ്പുണ്ടല്ലോ. ഒന്നാം തീയതി ആയിട്ടില്ലല്ലോ, പിന്നെ എവിടുന്നാ ഇത്? കിട്ടി. കടം വാങ്ങിച്ചോ? തന്റെ കമ്മലെവിടെ? അതുകൊണ്ടൊരു ആവശ്യം വന്നു. വേറെ ഉണ്ട്, കാത് പഴുത്തതുകൊണ്ട് മാറ്റിവെച്ചതാ. ദാ ഇതൊന്ന് വാങ്ങൂ, എന്റെ ഒരു മനസ്സമാധാനത്തിന്. 200 രൂപയുടെ കടമല്ലേ, അതവിടെ കിടക്കട്ടെ. വലുതായാലും ചെറുതായാലും കടം കടം തന്നെയാ. എന്തിനാ വെറുതെ ഒരു മനസ്സമാധാനക്കേട്? ഇതങ്ങ് വാങ്ങിക്കൂ. ഞാനിത് വാങ്ങാത്തോണ്ട് ഇനി തന്റെ മനസ്സമാധാനം പോണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എന്നെ കാണാൻ വരുന്നേ? അതെന്തിനാന്ന് ചോദിച്ചാ എനിക്കറിയില്ല. എന്നാ ഇനി എന്നെ കാണാൻ വരരുത്, ഞാൻ പൊക്കോട്ടെ. എന്താ സർ? അഭിരാമി എവിടെ? മാഡം നേരത്തെ പോയല്ലോ സർ. അഭി, നീ എവിടെ ഉള്ളത്? എവിടെ? ഹോസ്പിറ്റലിൽ? ആ ശരി ശരി. പേഷ്യൻസ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി. ചോദിച്ച അത്രയും ഉണ്ടല്ലോ അല്ലേ ചേച്ചി? ആ ഉണ്ട്. ഒരു ഓട്ടോ എടുക്കണമെന്ന ചേട്ടന് വലിയ നിർബന്ധം. എത്ര നാളാ ഇങ്ങനെ ഒരു പണിയില്ലാതെ ഇവിടെ കഴിയുന്നേ. ഡോക്ടറോട് ഇപ്പൊ കാശ് ചോദിക്കേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, കേക്കണ്ടേ? ചില നേരത്തെ എന്തെങ്കിലും പറയാൻ ചെന്നാ ഇങ്ങനൊരു കാട്ടുപോത്താ. മോൻ ഉണർന്നു കിടക്കായിരുന്നു. സാധാരണ അങ്ങനെയാ, കുറച്ചു നേരം ഉണർന്നു കിടക്കും. അപ്പൊ നമ്മൾ എടുത്തില്ലെങ്കിൽ അപ്പൊ കരയാൻ തുടങ്ങും. കള്ള തെരുമാലിയ. ആണോടാ മോനെ, നിനക്ക് കള്ളത്തരമൊക്കെ ഉണ്ടോ? ഇവിടെ ഞാനും ഇങ്ങേരും കൂടി എപ്പോഴും വഴക്കാ. ഒരു പണിക്കും പോകാതെ ഇങ്ങനെ കൊച്ചിനെ നോക്കിയിരുന്ന എങ്ങനെ ഡോക്ടറെ? അപ്പൊ ഡോക്ടർ ചോദിക്കുകയായിരിക്കും, മാസാമാസം ഞാൻ പണം തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ജോലിക്ക് പോന്നേന്ന്. ചേച്ചി വിഷമിക്കണ്ട, ഇവനെ കൊണ്ട് ഇനി അധിക ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓ എന്താടാ? അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ഓ എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടേ? നമ്മൾ അറിയേണ്ട കാര്യമാണെങ്കിൽ ഡോക്ടർ ഇപ്പൊ തന്നെ പറയുമല്ലോ. വേറൊന്നുമല്ല ചേച്ചി, ഇവനെ എനിക്ക് ഇവന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഇവന്റെ അമ്മ അറിയാതെ ഞാൻ ഇവനെ അവളുടെ അടുത്തുനിന്ന് എടുത്തു മാറ്റിയതാ. അന്ന് അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവനിപ്പോ ജീവനോട് കാണില്ലായിരുന്നു. ഇപ്പൊ ഇവന്റെ അമ്മ ശക്തിയാ, ശത്രുക്കളെ നേരിടാനുള്ള കരുത്തവൾക്കുണ്ടെന്ന് അവൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ഈ കുഞ്ഞിനെ അവളെ തിരിച്ചേൽപ്പിക്കണം. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഓർത്ത് ഇനി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവനെ ഇവന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പോവാ. നന്നായി ഡോക്ടറെ, ഇവന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണല്ലോ. ഇപ്പോഴെങ്കിലും ഇവനെ ഇവന്റെ അമ്മയുടെ അടുത്താക്കാൻ ഡോക്ടർക്ക് തോന്നിയല്ലോ. ഹാവൂ, ഇനിയെങ്കിലും
ഇവനും എൻ്റെ അമ്മയുടെ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടട്ടെ. കരയില്ലടാ, കരയില്ല ചക്കര, കരയില്ലടാ, കരയില്ല. ഭാവേ, നോക്ക് നോക്ക് നോക്ക്. അഭി ഇന്ന് എവിടെയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. കാർത്തിക് വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞതാണല്ലോ. നിന്റെ ക്യാബിന്റെ മുന്നിൽ നിന്നിട്ടാ ഞാൻ നിന്നെ വിളിച്ചേ. നീ പുറത്തെവിടെയോ പോയിരിക്കുന്നു എന്ന് നേഴ്സ് പറഞ്ഞതിന് ശേഷം. എന്താ അഭി നിനക്ക് പറ്റിയത്? നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയായിരുന്നോ? കുറച്ചുകൂടി തുറന്നിടപഴകുകയും സംസാരിക്കുകയും ചെയ്യുന്നവരായിരുന്നില്ലേ നമ്മൾ? എന്നിട്ട് എപ്പോഴാ നമുക്കിടയിൽ ഒരു മറയുണ്ടായത്? അതെന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെങ്കിൽ നീ അതെന്നോട് തുറന്നു പറ. തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് തിരുത്താം. അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതും നിനക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്കൊന്നും പറയാനില്ല. അതാണ് നിന്റെ കുഴപ്പം. നിനക്കിപ്പോ എന്നോട് ഒന്നും പറയാനില്ല. എന്തൊക്കെയോ നിന്റെ മനസ്സിലുണ്ട്. ഞാൻ അറിയാതെ പല കാര്യങ്ങളും നീ ചെയ്തു കൂട്ടുന്നുമുണ്ട്. അതെന്താണെന്ന് പക്ഷെ നീ എന്നോട് പറയുന്നുമില്ല. നിന്നെ പാർട്ണറായിട്ട് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പരസ്പരമുള്ള വിശ്വാസമാണ് ഏത് ബന്ധങ്ങളെ നിലനിർത്തുന്നത്. നമുക്കിടയിൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് നാള് കുറേയായി. പിന്നെ ആരെ ബോധിപ്പിക്കാനാ നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നത്? മതിയാക്കാം, നമുക്ക് പിരിയാം. ഇപ്പം നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്കിടയിലെ സൗഹൃദമെങ്കിലും എന്നും നിലനിൽക്കും. പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് രണ്ടുപേർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കള്ളൻ ഉറങ്ങിയല്ലോ. എടാ മുത്തേ, നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവല്ലേ? അവിടെ എത്തിക്കഴിയുമ്പോൾ നീ ഞങ്ങളെയൊക്കെ മറക്കുവോ? മറക്കല്ലേടാ ചക്കരെ. നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇങ്ങനെ വകതിരിവില്ലാതെ ആയി പോയല്ലോ നിങ്ങള്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾ ഈ കൊച്ചിനെ അതിന്റെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാൻ പോവാണോ? പിന്നല്ലാതെ. ഇപ്പോഴെങ്കിലും ഡോക്ടർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയല്ലോ. അല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന്റെ ഭാവി നശിച്ചു പോയില്ലേടി. എന്തെങ്കിലും എടുത്ത് മണ്ടക്കടിച്ച് ഇയാളെ ഞാനങ്ങ് കൊല്ലട്ടെ. ജയിലിൽ പോയാൽ 3 നേരം ഉണ്ണാനും ഉടുക്കാനും ഒക്കെ സർക്കാർ തരും. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ ഇത്രയ്ക്ക് പൊട്ടനാണോ? ദേ, ആ ഡോക്ടർ ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയാ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? ഈ കുഞ്ഞ് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാ ജീവിച്ചത്? അതുപോലെ തന്നെ അങ്ങോട്ട് ജീവിക്കും. അയ്യോ, അതിന്റെ വിശേഷമൊക്കെ പറയാതിരിക്കാ ഭേദം. എടി, അന്ന് നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ. ഇപ്പം അങ്ങനെയാണോ? കയ്യിലുള്ള കാശിന് നീ പറഞ്ഞ പോലെ നമുക്കൊരു ഓട്ടോ മേടിക്കാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ആ ഡോക്ടർ സഹായിക്കും. സഹായിക്കും. അതും പ്രതീക്ഷിച്ചോണ്ട് അങ്ങിരുന്നോ. കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാലേ അവര് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അല്ലേ തന്നെ അവർക്കതിന്റെ കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്തായി പറഞ്ഞു വരുന്നേ? നമ്മൾ എന്ത് ചെയ്യണമെന്നാ? ഒന്ന് കരുതിയിരിക്കണം. അല്ല, കരുതിയിരിക്കണം എന്ന് വെച്ചാ കുഞ്ഞ്? നിങ്ങളുടെ പേടിയും വെപ്രാളം കണ്ടാ തോന്നൂല ഞാൻ ഇതിനെ കൊല്ലാൻ പോവാന്ന്. നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് പറ. വേണ്ടടി, ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ അടുത്ത് ജീവിച്ചോട്ടെ. ദേ, തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്ക്. നമുക്ക് ജീവിക്കണം അന്തസ്സായിട്ട്. ദേ, നാളെ രാവിലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പോണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ നിങ്ങൾ ഇങ്ങോട്ട് വരാവൂ. ഞാൻ അവിടെ പോയിട്ട് ആരെ കാണുന്ന നീ പറയുന്നത്? എന്റെ അനിയൻ സുമേഷിനെ. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണ്ടുന്നതെല്ലാം അവൻ ശരിയാക്കി തരും. എടി, അവനെ ഈ കാര്യത്തിൽ ഇടപെടുത്തണോ?
വേണം. തുമ്പിയെ കൊണ്ട് ഞാൻ കല്ലെടുപ്പിക്കുകയാണ് മോളെ. അഴകത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ തീരുമാനം കേട്ടപ്പോ ആദ്യം എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി കുട്ടിയാണ് നീ. ബിസിനസിന്റെ ലോകം നിനക്ക് പരിചിതമല്ല. നിന്റെ ലോകം ചിലങ്കിയുടെ താളവും അരങ്ങുകളുമാണ്. അത് ഈ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നിട്ടും ഉള്ളിലൊരു വാശി. നീ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടൊക്കെയാ നിന്റെ അനുവാദം പോലും ചോദിക്കാൻ നിൽക്കാതെ നിന്നിൽ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ ഞാൻ കെട്ടിയേൽപ്പിച്ചു തന്നത്. ആദ്യത്തെ പരിചയക്കുറവൊക്കെ പതുക്കെ മാറി വരുന്നുണ്ടമ്മേ. കവിത ഭയക്കുന്ന രീതിയിൽ ഞാൻ വളർന്നു വരണമെന്ന് അമ്മയുടെ മോഹം. അതെനിക്കറിയാം. അത് എൻ്റെ ഒരു വെറും മോഹം മാത്രമല്ല ബാലാമണി, വാശി കൂടിയാ. അവൾ എന്നോട് പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും ഒന്നും ഞാൻ മറന്നിട്ടില്ല. അതിനൊക്കെ പകരം വീട്ടിയില്ലെങ്കിൽ പിന്നെങ്ങനെയാ ഞാൻ അഴകത്തെ സുമംഗലാ ദേവി ആവുന്നത്? അമ്മയോടും എന്നോടും ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ എണ്ണി എണ്ണി അവൾ കണക്ക് പറയൂ അമ്മേ. കൂടുതൽ കൂടുതൽ തോൽവികൾ അവളിനി നേരിടാനിരിക്കുന്നതേ ഉള്ളൂ. നിന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ അവളെ നീ ഉപദ്രവിക്കണം. അതിലൊരു ദയയും നീ കാണിക്കരുത്. ഇത് ഒരമ്മ പറയേണ്ട വാക്കുകളാണോ? ഒരമ്മ എങ്ങനെയൊക്കെ പറയൂ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ അഴകത്ത് സുമംഗല ഇത് പറയും. അവൾ കാരണം അത്രയും ഞാൻ അനുഭവിച്ചു. നാട്ടുകാർക്ക് മുമ്പിൽ അഴകത്ത് വീടും ഞാനും എന്റെ മക്കളും ഒരു പരിഹാസ കഥാപാത്രങ്ങളായില്ലേ? എനിക്ക് ജയിലിൽ പോവേണ്ടി വന്നില്ലേ? എന്റെ ഏട്ടനൊരു തട്ടിപ്പുകാരനായി മാറിയില്ലേ? ഇത്രയും വർഷം പ്രതാപത്തോടെ ജ്വലിച്ചു നിന്ന അഴകത്ത് തറവാട് ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി. എനിക്ക് എന്റെ ഈ മണ്ണ് വിട്ടിറങ്ങേണ്ട സാഹചര്യം വരെ വന്നു. എല്ലാം അവളുടെ ചതി. ആ ചതി പ്രയോഗങ്ങൾക്കാണ് നീ മറുപടി കൊടുക്കേണ്ടത്. നഷ്ടപ്പെട്ട നിന്റെ കുഞ്ഞിനു വേണ്ടി മാത്രമല്ല, എനിക്കും കൂടി വേണ്ടിയിട്ടാ നിന്റെ ഈ പ്രതികാരം. മോശങ്ങള് എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തി രസിക്കുക. ഈ കവിതയ്ക്ക് ഒരു സമയം വരും. സ്വന്തം വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഇത്രയും നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമില്ല. എനിക്കെന്താ നാണക്കേട്? ഇതാരും എന്നെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നൊന്നുമല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത ജോലിയാ. നന്നായി. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പറ്റിയ പണി തന്നെ കണ്ടുപിടിച്ചല്ലോ. ഞാൻ വന്നൊന്നും നോക്കണ്ട, ജോലി നടക്കട്ടെ. അല്ല, അഭിയടുത്ത് വെറുതെ വന്നതാ അതോ എന്തെങ്കിലും കവിതേ, വലിയ ഉത്തരവാദിത്വം വേണ്ടുന്ന ജോലിയാ ബാലാമണി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അഴകത്തേക്ക് ആരെല്ലാം വരുന്നുണ്ടെന്ന് നോക്കാതെ നീ നിന്റെ ജോലിയിൽ ശ്രദ്ധിക്ക. വൈകിയാണെങ്കിലും അഴകത്ത് തറവാട്ടിൽ ചില നല്ല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, എനിക്ക് അമ്മയോട് നിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനാ ഞാൻ വന്നേ. ഫോണിൽ വിളിച്ചപ്പോ നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞോളൂ.
ഇത് അമ്മ മാത്രം കേൾക്കേണ്ട കാര്യമാണ്. എങ്കിൽ നമുക്ക് എന്റെ മുറിയിലിരിക്കാം. വാ.